Hello, good evening. Audible അല്ലേ? ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഡേ ചെയ്ത ആ ഒരു പ്രൊജക്ട് ഇതേപോലെ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. സോ ഇവിടെ ബൈ ഡിഫോൾട്ട് നമുക്ക് ടെർമിനൽ വന്നിരിക്കുന്നത് ഇപ്പോൾ കറന്റ് എനിക്ക് ഇവിടെ കാണാം. ഇവിടെ CMD ആണ് സെലക്ട് ചെയ്ത് കിടക്കുന്നത്. ബട്ട് ഇവിടെ എന്താണ് വെർച്വൽ എൻവയോൺമെന്റ് ബൈ ഡിഫോൾട്ട് ആക്ടിവേറ്റ് ആയിട്ടില്ല. സോ നമുക്ക് അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തായിരുന്നു നമ്മുടെ വെർച്വൽ എൻവയോൺമെന്റിന്റെ നെയിം? VENV അല്ലേ? env/scripts/activate കൊടുക്കുക. മൈ VNV ഉണ്ട്. ഓക്കെ, CD സ്പേസ് നമ്മുടെ പാത്ത് അതായിരുന്നു ഇക്കോമേഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പൈത്തൺ manage.py റൺ സെർവർ കൊടുക്കുക. സോ നമ്മുടെ പ്രൊജക്റ്റ് റൺ ആയി കിട്ടും. ഒരു ലിങ്ക് വരും. കോപ്പി ചെയ്യുക, ബ്രൗസറിൽ പോവുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടം വരെയായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മളൊരു ആപ്പ് അഡീഷണലി ക്രിയേറ്റ് ചെയ്തിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് എന്താണ് ഈ ഒരു പേജ് തന്നെയാണല്ലേ കാണിക്കുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യിക്കണമല്ലോ. സോ അതിനുള്ള സ്റ്റെപ്സ് ചെയ്യാം. സോ ഫസ്റ്റ് ഇവിടെ ഉണ്ടോ ആപ്പിന്റെ ഫോൾഡർ, ഇത് പ്രൊജക്റ്റിന്റെ ഫോൾഡറാണ്. ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് പ്രൊജക്റ്റിന്റെ ഫോൾഡറും ഷോപ്പ് എന്ന് പറയുന്നത് എൻ്റെ ആപ്പ്, ഞാൻ ക്രിയേറ്റ് ചെയ്ത ആപ്പായിരുന്നു. സോ ആപ്പിന്റെ ഫോൾഡറിൽ നമുക്ക് എന്തുണ്ടാവും, മൈഗ്രേഷൻസ് കാണാം. അതേപോലെ വ്യൂസ് ഫോൾഡർ, വ്യൂസ് ഫയൽ ഉണ്ട്, മോഡൽസ് ഫയൽ ഉണ്ട്, ടെംപ്ലേറ്റ്സിനുള്ള സ്പേസ് തന്നിട്ടില്ല അല്ലേ. സോ ടെംപ്ലേറ്റ്സ് ഫോൾഡർ നമുക്ക് സെപ്പറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ അതേപോലെ URLs, ഇവിടെ ആപ്പിന്റെ ഫോൾഡറിൽ URLs ഇല്ലേ, നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പ്രൊജക്റ്റിന്റെ ഫോൾഡറിൽ എന്താണ് urls.py ഓൾറെഡി ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. views.py ആണ് എന്ത് ഇൻഫോർമേഷൻസ്, ലൈക്ക് നമുക്ക് പ്രോപ്പർ റെസ്പോൺസ് എന്തൊക്കെയാണ് സെൻഡ് ബാക്ക്, അതായത് ഓരോ URL ക്ലിക്ക് ചെയ്യുമ്പോഴും എന്താണ് റെസ്പോണ്ട് ആയിട്ട് കൊടുക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലാണ് views.py കൊടുക്കുന്നത്. ജാങ്കോന്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തൺ ഫങ്ഷൻസ് ആണ്. അതായത് HTTP റിക്വസ്റ്റ് എടുത്തിട്ട് ദെൻ അതിൻ്റെ ഒരു HTTP റെസ്പോൺസ് പാസ് ചെയ്യുന്നു. ലൈക്ക് ചിലപ്പോൾ എന്തായിരിക്കും HTML ഡോക്യുമെന്റ് ആയിരിക്കാം, ഡിപ്പെൻസ്. സോ നമ്മളൊരു ഫങ്ഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജാങ്കോന്റെ വ്യൂസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ദെൻ ഒരു വെബ് പേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ജാങ്കോ എന്ന് പറയുമ്പോൾ ഫുൾ വ്യൂസ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഓരോ ടാസ്കിനും ഓരോ മിഷൻസിനും എന്തായിരിക്കും ഓരോ ഡിഫറെൻറ്റ് വ്യൂസ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. വ്യൂസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫയൽ views.py എന്ന് പറയുന്ന ഫയലാണ് നമ്മുടെ ആപ്പിന്റെ ഫോൾഡറിലുള്ള views.py ആണ്. നമ്മൾ ഈ ഫങ്ഷൻസ് ഒക്കെ ഇവിടെ ഈ ഒരു ഫോൾഡറിലാണ് നമ്മൾ ഫങ്ഷൻസ് കംപ്ലീറ്റ്ലി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ദെൻ നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ആപ്പ് ക്രിയേറ്റ് ചെയ്തു. എന്ത് ചെയ്യുക, views.py ഓപ്പൺ ചെയ്യുക ആപ്പിന്റെ ഫോൾഡറിൽ. എന്നിട്ട് ഇവിടെ നമുക്ക് ബൈ ഡിഫോൾട്ട് കാണാം ഷോർട്ട് കട്ട്സ് ഡോട്ട് ഇമ്പോർട്ട് റീഡർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു HTTP റെസ്പോൺസ് കൊടുക്കുന്ന രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഫ്രം ജാങ്കോ ഡോട്ട് HTTP ഇമ്പോർട്ട് HTTP റെസ്പോൺസ് നമുക്ക് ആവശ്യമാണ്. സോ അതുകൊണ്ടാണ് ടാപ്പ് അടിച്ചെടുത്തത്. ദെൻ അതേപോലെ നമുക്കിനി ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞിരുന്നു വ്യൂസ് എന്ന് പറയുന്നത് എന്താണ് ഫങ്ഷൻസ് ആണെന്ന് പറഞ്ഞിരുന്നു. കൊടുക്കുക ഡെഫ്
എന്ത് കൊടുക്കാം, നമ്മുടെ ഫംഗ്ഷന്റെ പേര് ഞാൻ ഷോപ്പ് തന്നെ കൊടുക്കുന്നുണ്ട്. ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക, റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്, കോളൻ. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, നമ്മൾ HTTP റെസ്പോൺസ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. സോ റിട്ടേൺ HTTP റെസ്പോൺസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ കോഡ്സിൽ നമ്മൾ പ്രിന്റ് കൊടുക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഹലോ എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, സോ ഈ ഒരു HTTP റെസ്പോൺസ് ആണ് ഞാൻ കൊടുക്കുന്നത്. സോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഒരു റിക്വസ്റ്റ് റെസ്പോൺസ് എങ്ങനെ ഇതിൽ സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമ്മൾ ഇതിൽ വ്യൂസിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളത് നോക്കാം. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രമാണ് അത് വർക്ക് ചെയ്യുള്ളൂ അല്ലേ. സോ ഏതൊരു ഫംഗ്ഷനെയും കോൾ ചെയ്താൽ മാത്രമേ ആ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. സോ ഇതിനെ കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, URLs വേണം അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെയിം ഫോൾഡറിൽ തന്നെ നമുക്ക് urls.py എന്ന് പറയുന്ന ഒരു ഫയലും കൂടി ക്രിയേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഈ ഫോൾഡർ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫയൽ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ഇവിടെ ഉണ്ട് ന്യൂ ഫയൽ ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഇവിടെ പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്യാം. സോ ഈ ഒരു ഫോൾഡറിന്റെ ഉള്ളിൽ തന്നെ പുതിയൊരു ഫയലിന് വരും. ദെൻ urls.j അല്ല urls.py എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, എൻ്റർ അടിക്കാം. സോ നമ്മുടെ ആപ്പിന്റെ ഉള്ളിൽ എന്താണ് urls.py നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ എങ്ങോട്ട് പോവാ, ഈ പ്രൊജക്റ്റിന്റെ URLs ഒന്ന് എടുത്ത് നോക്കാം. ഇതൊക്കെ കമന്റ് ചെയ്തിട്ടൊക്കെ വേണം, അത് മൈൻഡ് ചെയ്യണ്ട. ദെൻ ഈ ഒരു ഫോർമാറ്റ് അങ്ങ് കോപ്പി ചെയ്യുക. നമുക്ക് അഡ്മിന്റെ പോർഷൻ വേണ്ട. സോ ഫസ്റ്റത്തെ ലൈൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്, ബാക്കി പോർഷൻ മാത്രം കോപ്പി ചെയ്തെടുക്കുക. ദെൻ എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ പാത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പാത്ത് നമുക്ക് വേണ്ട, ആക്ച്വലി ഇങ്ങനെയല്ല നമുക്ക് കൊടുക്കേണ്ടത്, കളയുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു പാത്ത് ഇമ്പോർട്ട് ചെയ്തത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്കിനി വ്യൂസിനെ URLസുമായിട്ട് കണക്ട് ചെയ്യണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. ഫ്രം ഡോട്ട് യൂസ് ചെയ്യുമ്പോൾ എൻ്റയർ ഡീറ്റെയിൽസ്, അതിലുള്ള എൻ്റയർ ഫയൽസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോട്ട് കൊടുക്കുന്നുണ്ട്, വ്യൂസ് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു വ്യൂസ് ഫയലിനെ ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. തൊട്ട് ബാക്കിലുള്ള ലൈക്ക് ആ ഒരു സെയിം ഫോൾഡറിൽ തന്നെയുള്ള views.py എന്ന് പറയുന്ന ഫയലിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വ്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്ത് പ്രോപ്പറായിട്ട് കൊടുക്കണം അല്ലേ. സോ പാത്തിന്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, സിംഗിൾ കോട്ട്സിന്റെ ഉള്ളിലായിട്ട് ഷോപ്പ്, നമ്മുടെ ആപ്പിന്റെ പേര് ഷോപ്പ് അല്ലേ. സോ ഷോപ്പ് സ്ലാഷ്, നമ്മൾ പാത്ത് കൊടുക്കുമ്പോൾ ഓൾവേസ് സ്ലാഷ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്, അല്ലെങ്കിൽ കട്ട കുത്തി വരും. സോ സ്ലാഷ് ഓരോന്ന് കഴിയുമ്പോൾ ഓരോ സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ദെൻ നമ്മുടെ വ്യൂസിന്റെ നെയിം എന്താണ്, വ്യൂസ് ഡോട്ട്, നമ്മുടെ വ്യൂവിന്റെ പേര് നമ്മൾ എന്താ തന്നെയാണ് കൊടുത്തത്, ഷോപ്പ് തന്നെയല്ലേ കൊടുത്തത്. വേണമെങ്കിൽ വ്യൂവിന്റെ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡെമോ കൊടുക്കാം. ഓക്കെ, ദെൻ URLസിലേക്ക് പോവുക. ഇവിടെ എന്ത് കൊടുക്കുക, വ്യൂസ് ഡോട്ട് ഡെമോ കൊടുക്കുക. നമ്മുടെ ആ ഒരു വ്യൂവിന്റെ നെയിം എന്താണോ അത് കൊടുക്കുക. ദെൻ അതിനൊരു നെയിം ഇട്ട് കൊടുക്കുക, നെയിം ഈക്വൽസ്, ഞാൻ ഡെമോ തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെയും എന്ത് കൊടുക്കാം, പാത്തും ഡെമോ തന്നെ കൊടുക്കാം. സോ ഡെമോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമ്മൾ വ്യൂസും അതേപോലെ തന്നെ എന്താണ് URLസും നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ കൊടുത്തത്. നമ്മൾ പാത്തിന് ഇവിടെ URL മുകളിൽ ലിങ്ക് വരുന്ന സ്ഥലത്ത് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡെമോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, views.demo കൊടുത്തിട്ടുണ്ട്. സോ വ്യൂസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിനൊരു നെയിമും കൂടി, ജസ്റ്റ് നമുക്ക് ഇനി വേറൊരു എന്താ പറയാ, നമുക്ക് ഇനി വേറൊരു പേജിലോ ആവശ്യം വരുന്നുണ്ടെങ്കിൽ ഈ ഒരു നെയിം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വ്യൂവിനെ നമുക്ക് അവിടെ കോൾ ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയിമും കൂടി സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ബട്ട് അത് ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നത് മാത്രം. ദെൻ URL ഫയൽ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ സ്പെസിഫിക് മെമ്പേഴ്സ്, അതായത് നമ്മുടെ ആ ഒരു വ്യൂ ഡെമോ എന്ന് പറയുന്ന ആ ഒരു വ്യൂവിനെ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കണക്ട് ചെയ്തു. ബട്ട് നമുക്ക് എന്താണ് റൂട്ടിങ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടറി കറക്റ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടില്ല അല്ലേ. നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു പ്രോസസ്സ്. ദെൻ കുറച്ചും കൂടി ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഫോളോ ചെയ്യാനുണ്ട്.
സോ ഈ ഒരു ഫയൽ എന്ത് ചെയ്യും, urls.py നമ്മുടെ പ്രൊജക്റ്റിലുള്ള urls.py കോൾ ചെയ്യുന്നത്. സോ അവിടെയും നമുക്ക് എന്ത് ആഡ് ചെയ്യേണ്ടി വരും, പാത്ത് ആഡ് ചെയ്യേണ്ടി വരും. സോ എന്ത് ചെയ്യാം, നമുക്ക് പാത്ത് ഫംഗ്ഷന്റെ ഉള്ളിൽ URL പാറ്റേൺസ് ഏതിലുണ്ട്, ഇ കൊമേഴ്സിന്റെ ഉള്ളിലുള്ള URLസിലും ഉണ്ട് URL പാറ്റേൺസ് അല്ലേ. സോ ഈ അഡ്മിൻ എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് ഉള്ളതാ. അതെങ്ങനെ എടുക്കാന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ അഡ്മിൻ അല്ലേ കൊടുത്തിരിക്കുന്നത്, ഇതുണ്ടോ ഇവിടെ പാത്തിൽ അവിടെ എന്ത് കൊടുക്കുക, ഇവിടെ പോവാ സ്ലാഷ് അടിക്കുക, അഡ്മിൻ കൊടുക്കുക, എൻ്റർ അടിക്കുക. അയ്യോ ഓക്കെ, ദെൻ ആ പാത്ത് കംപ്ലീറ്റ്ലി പോയതാണ് ഉണ്ടായത്. സ്ലാഷ് കൊടുക്കുക, അഡ്മിൻ കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ ജാങ്കോന്റെ ബൈ ഡിഫോൾട്ട് ഉള്ള അഡ്മിന്റെ ആ ഒരു പോർഷൻ ആണ് നമുക്ക് വരുന്നത്. ഇത് യൂസർ നെയിം പാസ്വേഡ് നമുക്ക് സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ലോഗിൻ ചെയ്താൽ അഡ്മിൻ പേജിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി പോകാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാതെ തന്നെ ബൈ ഡിഫോൾട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതേപോലെ നമുക്ക് ആപ്പിന്റെയും കൂടി ചെയ്യാനുണ്ട്. ഇതിപ്പോ നമ്മൾ പഴയ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ മാറ്റിയിട്ടുണ്ട്, കാണിച്ചു തന്നു മാത്രം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ പാത്ത് റെഡിയാക്കണം അല്ലേ. സോ ഈ URL പാറ്റേൺസിന്റെ ഉള്ളിൽ നമ്മുടെ ആപ്പിന്റെ നെയിം ആഡ് ചെയ്യേണ്ടതുണ്ട്, അതേപോലെ തന്നെ ആ ഒരു പാത്തും കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. സോ എന്ത് ചെയ്യുക, കോൺട്രിബ് അഡ്മിൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പാത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ URL പാറ്റേൺസിന്റെ ഉള്ളിലായിട്ട് നമുക്കൊരു പാത്ത് എംപ്റ്റി ആയിട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴൊക്കെ നമ്മുടെ പ്രൊജക്ട് റൺ ചെയ്യുന്നുണ്ടോ അപ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മുടെ ആ ഒരു ഫയൽ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ആ ഒരു ആപ്പിന്റെ ഇതായിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. സോ ഞാൻ എംപ്റ്റി ആയിട്ട് പാത്ത് ഫസ്റ്റത്തെ URLന്റെ പോർഷൻ ഞാൻ എംപ്റ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ഇൻക്ലൂഡ് ആപ്പിന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, സിംഗിൾ കോട്ട്സിൽ നമ്മുടെ ആപ്പിന്റെ നെയിം എന്താണ്, ഷോപ്പ് അല്ലേ, ഷോപ്പ് കൊടുക്കുക, ഡോട്ട് URLs, അതായത് ഷോപ്പ് എന്ന് പറയുന്ന നമ്മുടെ ആപ്പിന്റെ URLs കൊടുക്കുക. ഇൻക്ലൂഡിന്റെ അവിടെ എറർ വരും. സോ അത് ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടുള്ള എറർ ആണ്. ഐദർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബൾബ് വരും, അത് ക്ലിക്ക് ചെയ്താൽ ഇതിലേതാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഈ URLs തന്നെയാണ് ഇമ്പോർട്ട് ആഡ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ വേറൊരു ഇമ്പോർട്ട് ഇവിടെ ആഡ് ആവും, അല്ലെങ്കിൽ ഈ പാത്തിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, കോമ ഇൻക്ലൂഡ് കൊടുക്കുക. ഇപ്പൊ ആ എറർ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്തു, URLs തമ്മിൽ കണക്ട് ചെയ്തു. സോ ഇനി നമ്മൾ ഡിഫോൾട്ട് റൺ ചെയ്യുമ്പോൾ ഇവിടെ കോമ ഇടാൻ മറക്കരുത് കേട്ടോ. URLs എത്ര എണ്ണം ഉണ്ടെങ്കിലും അതിന്റെ എൻഡിൽ ഒരു കോമയും കൂടി ഇട്ട് കൊടുക്കുക, അത് മസ്റ്റ് ആണ്. സോ നമ്മൾ പാത്തൊന്നും കൊടുക്കാതെ എംപ്റ്റി ആയിട്ട് എന്ത് ചെയ്തു, ഒരെണ്ണം സെറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ആപ്പ് ഷോപ്പ് എന്ന് പറയുന്ന ആപ്പിന്റെ URLsക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ URLs കോൾ ചെയ്യുമ്പോൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്, ഷോപ്പ് എന്ന് പറയുന്ന ആപ്പിന്റെ urls.py പോകുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാനിതിവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, Ctrl+C കൊടുക്കുക, അപ്വേർഡ് ആരോ കൊടുത്താൽ പൈത്തൺ മാനേജർ.py റൺ സെർവർ കിട്ടും. ദെൻ ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. പേജ് നോട്ട് ഫൗണ്ട് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും, ഇ കൊമേഴ്സ് URL ആ ഒരു ആപ്പിന്റെ നെയിമിന്റെ അവിടെയാണ് ഇഷ്യൂ വരുന്നത്. അതായത് empty path did not match any of this because നമ്മൾ settings.py ആപ്പിന്റെ നെയിം ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ പ്രൊജക്റ്റില് settings.py ഉണ്ട്, അതിൽ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അങ്ങോട്ട് പോവുക, ഇവിടെ എൻ്റർ അടിക്കുക, സിംഗിൾ കോട്ട്സിൽ നമ്മുടെ ആപ്പിന്റെ നെയിം ഇവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അത്രയും മതി. എന്നിട്ട് എന്ത് ഇപ്പൊ URL ഓട്ടോമാറ്റിക്കലി റൺ ചെയ്ത് വന്നത് നമുക്ക് കണ്ടു. എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം, ബാക്ക് സ്പേസ് അടിക്കാം. ഇതാണ് ഡെമോ നെയിം ഈക്വൽസ് ഡെമോ empty path didn't match. Wait. Okay. ഷോപ്പ് നമ്മളിവിടെ ഇൻസ്റ്റാൾഡ് ആപ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇപ്പൊ തൽക്കാലത്തേക്ക് അത്രയും മതി.
ദെൻ URLs ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഡെമോ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, ബാക്ക് ഇങ്ങോട്ട് പോവാ, സ്ലാഷ് ഡെമോ കൊടുക്കുക. കണ്ടോ, നമ്മുടെ പാത്ത് എന്താണോ കൊടുത്തിരിക്കുന്നത് അതായിരിക്കും വരുന്നത്. ഇവിടെ ഡെമോ ആഡ് ചെയ്താലേ ഈ ഹലോ വരുള്ളൂ. ഇനി ബൈ ഡീഫോൾട്ട് ആ ഒരു ഡെമോ എന്ന് പറയുന്ന ആ ഒരു ഇത് വരണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് വരണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതങ്ങ് നേരത്തെ ചെയ്ത മാതിരി empty ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്നും കൂടി റൺ ആയിട്ട് വരും. ദെൻ നമ്മുടെ ബ്രൗസറിൽ പോയിട്ടൊന്നും കൂടി റിഫ്രഷ് ചെയ്താൽ മതി. ഈ പാത്ത് എന്ത് ചെയ്യുക, ഇപ്പോൾ ഹലോ വരും. സോ നമ്മൾ ജസ്റ്റ് അത് പ്രൊജക്ട് റൺ ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതൊന്നും കൂടി ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഒന്നും കൂടി റൺ ചെയ്യുന്നുണ്ട്. ബ്രൗസറിലേക്ക് പോവാ, റിഫ്രഷ് ചെയ്യാം. ഇപ്പൊ എന്തായാലും നമ്മൾ ബൈ ഡീഫോൾട്ട് നമ്മുടെ പ്രൊജക്ട് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മെസ്സേജ് നമുക്കിവിടെ ഡിസ്പ്ലേ ആവണത് കാണാൻ പറ്റും. പാത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ഡെമോ എന്ന് പറഞ്ഞിട്ട് പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ബട്ട് എന്ത് ചെയ്യുക, റൺ ചെയ്യുമ്പോൾ ആ URL അത് ആഡ് ഓൺ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒറ്റ ഡിഫറൻസേ വരുന്നുള്ളൂ കേട്ടോ. സ്ലാഷ് ഡെമോവും കൂടി ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ URL കൂടി ആഡ് ചെയ്താൽ മാത്രമേ ഹലോ വരുള്ളൂ, ആ ഒരു മെസ്സേജ് വരണമെങ്കിൽ. നിങ്ങൾക്ക് ബൈ ഡീഫോൾട്ട് കോഡ് എവിടെയാ കൊടുത്തത്? ഹലോ എന്നുള്ളത് എന്തായിരുന്നു, ഹലോ എന്നുള്ള ആ കോഡ് എവിടെയായിരുന്നു? പിന്നെ ടെക്സ്റ്റ് എവിടെയായിരുന്നു നമ്മൾ കൊടുത്തത്? ഫംഗ്ഷൻ കൊടുത്തില്ലേ, ഈ ഒരു വ്യൂവിനെ, ഈ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ URLs ആപ്പിന്റെ, അതായത് ഷോപ്പ് എന്ന് പറയുന്ന ആപ്പിന്റെ urls.py നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. views.demo എന്ന് പറയുമ്പോൾ ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഡെമോ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കോൾ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ views.demo എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈനിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഡെമോ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ. സോ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പൊ ബൈ ഡീഫോൾട്ട് നമ്മൾ ഈ പാത്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ബൈ ഡീഫോൾട്ട് ആ ഒരു പേജ് വരും. അല്ല, ഇനി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഓപ്ഷണൽ ആണ്. ഞാനിപ്പോ തൽക്കാലം അത് കളയുന്നുണ്ട്. ദെൻ എന്ത് ചെയ്യാ, നമ്മുടെ ഇവിടുന്ന് ഒന്നും കൂടി റൺ ചെയ്താലും നമുക്ക് ബൈ ഡീഫോൾട്ട് ആ ഒരു മെസ്സേജ് അവിടെ വരും. സോ ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഒരു HTTP റിക്വസ്റ്റ് റെസ്പോൺസ് മെത്തേഡിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാം. ഓക്കെ, നമ്മളൊരു URLs ത്രൂ നമ്മൾ നേരത്തെ പാത്തൊക്കെ പറഞ്ഞിരുന്നു, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് URLsക്ക് ആയിരിക്കും ഫസ്റ്റ് എങ്ങോട്ടായിരിക്കും വരുന്നത്, പ്രൊജക്ടിന്റെ URLsക്ക് ആയിരിക്കും വരുന്നത്. സോ empty ആയിട്ട് നമ്മൾ പാത്ത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഏതാ, ഷോപ്പാണ് അല്ലെ. ഇവിടെ നമ്മളിപ്പോ അഡ്മിൻ സ്പെസിഫിക്കലി നമ്മൾ ടൈപ്പ് ചെയ്താൽ മാത്രമേ വരുള്ളൂ. നമ്മളിവിടെ സ്പേസ് empty ആയിട്ട് കൊടുത്തതാണ് ബൈ ഡീഫോൾട്ട് ഫസ്റ്റ് ഓപ്പൺ ആവുക. ഒന്നിൽ കൂടുതൽ പാത്ത് നമുക്ക് ഇതേപോലെ empty ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഒരെണ്ണം മാത്രമേ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ, ഒന്നിൽ കൂടുതൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സോ പ്രൊജക്ടിന്റെ ഈ ഒരു പാത്തായിരിക്കും ഫസ്റ്റ് കോൾ ചെയ്യുന്നത്. ദെൻ അവിടെ നിന്ന് നേരെ എങ്ങോട്ട് പോകും, ഇവിടെ shop.url നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ urls.py ഷോപ്പ് എന്ന് പറയുന്ന ആപ്പിന്റെ urls.pyയിലേക്ക് പോവും. അവിടെ empty ആയിട്ട് ഏതെങ്കിലും പാത്ത് ഉണ്ടെങ്കിൽ അതായിരിക്കും എടുക്കുന്നത്. അല്ല, പാത്തിന്റെ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു URL നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്താൽ മാത്രമേ വരുള്ളൂ. സോ ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ empty ആയിട്ട് ഇതേപോലെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. സോ നമ്മൾ ഇവിടെ കൊടുത്തത് എന്താ, views.demo. സോ views.demo എന്ന് പറയുമ്പോൾ ഈ ഒരു ആപ്പിന്റെ views.pyയിലേക്ക് പോവും. ദെൻ അവിടെ ഡെമോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഉണ്ടെങ്കിൽ അതിലത്തെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യും, അല്ലെങ്കിൽ എറർ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെ വ്യൂസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, ഇമ്പോർട്ട് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഇല്ലെങ്കിൽ എറർ ആയിരിക്കും വരുന്നത്, കണക്ട് ചെയ്യാൻ പറ്റില്ല വ്യൂസുമായിട്ട്. സോ ഈ ഇമ്പോർട്ട് മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ പ്രോപ്പർ ആയിട്ട് നമ്മൾ URLs കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇമ്പോർട്ട് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ വ്യൂസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെ നമ്മുടെ URLs ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മൾ പാത്ത് കൊടുത്തിട്ട് കണക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി ഓരോ വ്യൂസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴും ഇവിടെ പാത്ത് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. സോ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും ഈ ഒരു നെയിം വെച്ചിട്ട് നമ്മളിപ്പോൾ ഫോമിലൊക്കെ ആണെന്ന് വെച്ചാൽ കണക്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു ആക്ഷൻസ് നമുക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഫർദർ സ്റ്റെപ്പിൽ ചെയ്യുമ്പോഴും മനസ്സിലാവും. അപ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ settings.pyയിൽ
ഇൻസ്റ്റാൾഡ് ആപ്സ് ഉണ്ട്. സോ ഇൻസ്റ്റാൾഡ് ആപ്സിൽ ഓരോ ആപ്പിന്റെ നെയിമും ഇതേപോലെ ആഡ് ഓൺ ചെയ്ത് പോകണം. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. settings.py ഇൻസ്റ്റാൾഡ് ആപ്സിൽ ആപ്പിന്റെ നെയിം ഇതേപോലെ ആഡ് ചെയ്യുക. ഇനി വേറൊരു ആപ്പ് വരുവാണെങ്കിൽ എന്ത് ചെയ്യുക, കോമിട്ടിട്ട് സിംഗിൾ കോട്സിൽ ആ ഒരു ആപ്പിന്റെ നെയിമും ഇവിടെ ആഡ് ഓൺ ചെയ്യണം. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ urls.py പോവുക, ആപ്പിന്റെ നെയിം ഡോട്ട് URLs ആഡ് ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ ഫസ്റ്റത്തെ ആപ്പിന് നിങ്ങൾക്ക് വേണമെങ്കിൽ empty കൊടുക്കാം. നെക്സ്റ്റ് വരുന്ന ആപ്പിന് ഇവിടെ എന്തെങ്കിലും URL പാത്തും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണം. കംപ്ലീറ്റ്ലി empty ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. സോ ഏതെങ്കിലും ഒരെണ്ണത്തിന് എന്ത് ചെയ്ത് കൊടുക്കണം, ബാക്കി എല്ലാത്തിനും പാത്ത് കൊടുക്കേണ്ടി വരും. സോ അത് ആഡ് ഓൺ ചെയ്യുക. ദെൻ URLs, പ്രൊജക്റ്റിന്റെ urls.py കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പിന്റെ urls.py ആണ്. ആപ്പിന്റെ urls.py എന്ത് കൊടുക്കുക, നമ്മുടെ ആ ഒരു ആപ്പ് നമ്മളെ വ്യൂവിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതും URLs നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ഇവിടെ വരുന്നത്. സോ ഒരു കണക്ഷൻ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ views.demo എന്ന് പറയുമ്പോൾ വ്യൂസിലെ ഡെമോ എന്ന് പറയുന്ന ഫംഗ്ഷനുമായിട്ടാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ദെൻ പാത്ത് empty ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ empty ആയിട്ട് കൊടുക്കാം. ദെൻ നെയിം ഡെമോ കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഫർദർ വേറെ വല്ല പേജസിലോ HTML ഫയൽസിലോ ഏതിലെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, അതേപോലെ നെയിം നമ്മൾ കൊടുക്കുന്നത്. സോ ഇതൊന്നും കൂടി റൺ ചെയ്യുന്നുണ്ട്. ഇത് ക്ലിയർ ആണോ? ഈ ഒരു സ്റ്റെപ്പിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? നമ്മൾ ഇനി ഒത്തിരി ഇങ്ങനെ ചെയ്യും. സോ അപ്പൊ കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇതിൽ നെയിം എന്നുള്ളിടത്ത് ഈ ഡെമോ തന്നെ കൊടുക്കണമെന്നുള്ളത് വേറെ ഇല്ല, നെയിം ഇഷ്ടമുള്ളത് കൊടുക്കാം. കൊടുക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി, ഇന്നതിന് ഇന്ന നെയിം ആണ് കൊടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായാൽ മതി. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, നമ്മൾ റീയൂസ് ചെയ്യുമ്പോൾ ഇന്ന വ്യൂവിന് ഈ നെയിം ആണ് കൊടുത്തതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി. വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ പർപ്പസ് അനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ചെയ്യാം. വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. ഇതൊക്കെ ആണോ? ഇനി അടുത്ത എടുക്കട്ടെ. ഇതിന് എന്തെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ഞാൻ നെക്സ്റ്റ് എടുക്കുവാണ്. സോ ഇവിടെ നമ്മളിപ്പോൾ ഒരു HTTP റെസ്പോൺസ് നമ്മളിവിടെ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യൂസിൽ നമുക്ക് HTML ടാഗ്സ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം ഇതിൻ്റെ ഉള്ളിൽ. സോ ഞാനിതൊരു H1 ടാഗിൽ, HTML എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സോ ഒരു H1 ടാഗിൻ്റെ ഉള്ളിൽ ഞാൻ ഈ മെസ്സേജ് പാസ് ചെയ്യാൻ പോവാണ്. ദെൻ ഞാൻ റിഫ്രഷ് ചെയ്യാൻ പോവാ. കണ്ടോ, നേരത്തെ കൊടുത്തതിനേക്കാളും ആ ഒരു ടെക്സ്റ്റ് കണ്ടന്റ് ബോൾഡ് ആയിട്ട് വന്നിട്ടുണ്ട് H1 ടാഗിൽ കൊടുത്തപ്പോൾ. സോ ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, HTML ടാഗ്സ് ഇവിടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ബട്ട് അപ് ടു എ ലിമിറ്റ്. നമുക്ക് ഒത്തിരി ഒരു സിംഗിൾ ലൈൻ ഓഫ് ക്വറി അല്ലെങ്കിൽ ഒരു സിമ്പിൾ HTTP റെസ്പോൺസ് കൊടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി HTML ടാഗ്സ് ഒന്നും നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റില്ല. ബട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള HTML ടാഗ്സ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതേപോലെ വേറെ ഏതെങ്കിലും ടാഗ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ബോൾഡോ ഇറ്റാലിക്കോ ഇത് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു HTTP റെസ്പോൺസ് നമ്മൾ പാസ് ചെയ്യുന്നു, അത്രയും നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഒരു HTTP റെസ്പോൺസ് നമ്മളിപ്പോൾ പാസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി നിങ്ങൾക്ക് ആപ്പിന് URL സ്പെസിഫിക്കലി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. സോ പ്രൊജക്റ്റ് റൺ ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒരു URL മസ്റ്റായിട്ടും empty ആയിട്ട് കൊടുക്കണം. ബിക്കോസ് അത് റൺ ചെയ്യുന്ന ആൾക്ക് അറിയില്ല എന്താണ് അതിലത്തെ ഫസ്റ്റ് പേജ് വരേണ്ടതെന്ന്, അല്ലെങ്കിൽ ഏത് ആപ്പാണ് ഫസ്റ്റ് വരേണ്ടതെന്നൊന്നും അത് റൺ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു URL empty ആയിട്ട് കൊടുക്കുക. നമ്മളിനി അപ്കമിങ് ക്ലാസ്സസിൽ അത് ചിലപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യും. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഫൈനൽ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പ്രൊജക്റ്റ് ഇവിടെ URL കൊടുക്കുമ്പോൾ ഒരെണ്ണം empty ആയിട്ടിട്ട് കൊടുക്കാൻ മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെയും ഒരു പാത്ത് empty ആയിട്ട് കൊടുക്കുക. ബൈ ഡിഫോൾട്ട് എന്താണ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രൊജക്റ്റിന്റെ നെയിം ചൂസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ധാരണ വേണം പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയി പോകും. സോ അത് മസ്റ്റായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ.
സോ അതൊരു നിങ്ങൾക്ക് ഒരു ഐഡിയ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്ത് തുടങ്ങാൻ. സോ നിങ്ങൾക്ക് അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ബേർഡൻ ഉണ്ടാവില്ല ആ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇപ്പോഴേ പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ നമ്മൾ HTTP റെസ്പോൺസ് പാസ് ചെയ്യുവാണ് ചെയ്തത്. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ നമ്മൾ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അല്ലേ. ഇപ്പൊ നമ്മൾ സിംപ്ലി വ്യൂവിൽ തന്നെ കണ്ടന്റ് കൊടുക്കുമായിരുന്നു ചെയ്തത് അല്ലേ. സോ ഒന്നിൽ കൂടുതൽ HTML ടാഗ്സ് ഒന്നും ഇതിൽ കൊടുക്കാൻ പറ്റില്ല. HTTP റെസ്പോൺസ് ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു സിംഗിൾ ഫയലായിട്ടായിരിക്കും നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കിപ്പോൾ ഒരു HTML ഫയലായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫോൾഡർ വേണം. ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മൾ കംപ്ലീറ്റ് HTML ഫയൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നമ്മുടെ പ്രൊജക്റ്റിന്റെ ഇന്നർ ഫോൾഡർ ആണ്. അതേപോലെ ഇത് നമ്മുടെ ആപ്പിന്റെ ഇന്നർ ഫോൾഡർ ആണ്. സോ ഈ ഫോൾഡേഴ്സ് ഒക്കെ ഉള്ള ഒരു മെയിൻ ഫോൾഡർ ഉണ്ടാവുമല്ലോ. ഈ ഫോൾഡറും അതായത് പ്രൊജക്റ്റിന്റെ ഫോൾഡറും ആപ്പിന്റെ ഫോൾഡറും ഉള്ള ഒരു മെയിൻ ഫോൾഡർ നമുക്ക് ഉണ്ടാവും. സോ അവിടെ, അതായത് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നതാണ് എൻ്റെ മെയിൻ ഫോൾഡർ വരുന്നത്. സോ അവിടെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ടെംപ്ലേറ്റ്സോ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഫോൾഡറിലാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, HTML ഫയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ എംപ്റ്റി ആണ്. നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനത് ഒരു base.html എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. base.html. ഓക്കെ, സോ HTML ക്വറീസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു ഡൈനാമിക് കണ്ടന്റ് കൊടുത്തിട്ട് എങ്ങനെ കൊടുക്കാൻ നോക്കാം. സോ ബേസിക്കലി എന്താണ്, ഒരു HTML ഫയലിൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കാറ്, ബേസിക് കോഡ്സ് ഏതൊക്കെയാ, HTML ടാഗ്സിൽ നമ്മൾ ഏതൊക്കെ ടാഗ്സ് ആണ് മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത്, ഏതൊക്കെയാ കൊടുക്കാറ്? ഇത് കണ്ടിട്ടുണ്ടോ? ഹലോ, ഈ ടാഗ്സ് ഫെമിലിയർ ആണോ? ഇതിൽ ഏതൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്? ഏതൊക്കെ ടാഗ്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്? ഹെഡിങ്, പിന്നെ ടൈറ്റിൽ, ഹെഡ്, ടൈറ്റിൽ, ബോഡി. മെറ്റ യൂസ് ചെയ്തിട്ടുണ്ടോ? മെറ്റ ടാഗ് ഇല്ല. ഓക്കെ, സോ ഇതൊരു ബേസിക് ടാഗ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടൊരു HTML സ്ട്രക്ചർ ആണ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ഒന്നുമില്ല, ഇത് സിംപ്ലി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ബാക്ക് സ്പേസ് അടിക്കുക, ജസ്റ്റ് HTML അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സജഷൻ വരും. ഈ HTML ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ HTML ടാഗ് മാത്രമായിരിക്കും വരുന്നത്. അതിന് പകരം നമുക്ക് ഒരു സ്ട്രക്ചർ വേണമെന്നുണ്ടെങ്കിൽ HTML5 ചൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ XML ക്വറീസ് വേണമെങ്കിൽ XML ആയിട്ടും വരും. നമുക്ക് വേണ്ടത് HTML5 അത് ടൈപ്പ് ചെയ്താൽ മതി. സജഷൻ വരും. അതിൽ HTML5 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബേസിക് ക്വറീസ് ഒക്കെ ഉള്ള ആ ഒരു HTML ഫയൽ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതേപോലെ നമുക്ക് HTML ഫയൽസിനെ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ പ്രൊജക്റ്റിൽ സിമ്പിൾ ക്വറീസ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ഇവിടെ കിട്ടും. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ഇതല്ല, നമ്മളൊരു ഡൈനാമിക് കണ്ടന്റ് ജാങ്കോയിൽ തന്നെ ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജ് എന്ന് പറയും, DTL. ഓക്കെ, ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജ് ഉണ്ട്. അതായത് നമുക്ക് ടെംപ്ലേറ്റ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജാങ്കോയിൽ തന്നെ നമ്മൾ ഇൻഹെറിറ്റൻസ് കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടാവില്ല പൈത്തണിൽ? കേട്ടിട്ടില്ലേ ഇൻഹെറിറ്റൻസ്? കേട്ടിട്ടില്ലേ പൈത്തണിൽ ഇൻഹെറിറ്റൻസ്? എന്താ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പേരന്റ് ക്ലാസിൻ്റെത്.
ഞാനൊന്ന് ചൈൽഡ് കാണിക്കട്ടെ. ക്ലാസ്സിലേക്കും ഒരു ക്ലാസിന്റെ പ്രോപ്പർട്ടി അടുത്ത ക്ലാസ്സിലേക്കും കൊടുക്കുക വരുന്നത്. സോ ആസ് സെയിം വേ നമുക്ക് ടെംപ്ലേറ്റ്സിനെയും ഇൻഹെറിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഒരു ബേസ് ആയിട്ട് ഒരു HTML ഫയൽ വെച്ചിട്ട് ആ ബേസ് ഫയലിന്റെ കണ്ടന്റ് നമുക്ക് വേറൊരു ഫയലിലേക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. സോ ഒരു ഡമ്മി സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ എന്താണ് ഈ ഹെഡും റൂട്ടും അങ്ങനെ കുറെ ഫയൽസ് ഉണ്ടാവുമല്ലോ, ഹെഡ് ഫൂട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ ഓരോ ഫയൽസിനെയും കംപ്ലീറ്റ്ലി നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയൽസ് ഇമേജസോ നമ്മളൊരു എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഏതെങ്കിലും ഒരു സോ നമുക്ക് ഈ ലേബൽസ് കണ്ടോ, ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ടെക്സ്റ്റ് കണ്ടന്റ് ഉണ്ട്. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ദെൻ ഫൂട്ടർ ഉണ്ട്. അതൊക്കെ ഒരു ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബേസിക് സ്റ്റൈല് ഫോളോ ചെയ്യുന്നതാ അല്ലേ. സോ ആ ഒരു ബേസിക് സ്റ്റൈൽസ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ നമുക്ക് എല്ലാ പേജിലും വേണ്ടതാ. സോ ആ ഒരു സ്ട്രക്ചർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബേസ് ആയിട്ട് ഒരു HTML ഫയൽ വെച്ചിട്ട് ദെൻ ആ ഒരു ഫയലിന്റെ ക്വറീസ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്താൽ മതി, ആ ഒരു HTML ഫയലിൽ കൊടുത്തിട്ട് ബാക്കി ഫയൽസിൽ മറ്റ് HTML ഫയൽസിന് എന്ത് ചെയ്യാം, നമുക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുക. സോ നമുക്ക് ജാങ്കോന്റെ ആ ഒരു എന്താ പറയുക, ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജ് ഉണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെംപ്ലേറ്റ്സ് അല്ലെങ്കിൽ വേറൊരു HTML ഫയലിനെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൾട്ടിപ്പിൾ പേജസിൽ ഇൻഹെറിറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ഞാൻ ഇവിടെ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് ജസ്റ്റ് ബോഡി ടാഗ് കൊടുക്കുന്നുണ്ട്. ഒരു ഡൈനാമിക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു ബോഡി ടാഗ് ഇവിടെ കൊടുക്കുവാണ്. ബോഡി ടാഗിൻ്റെ ഉള്ളിൽ BG കളർ കൊടുക്കുന്നുണ്ട്. BG കളർ സയാൻ കൊടുക്കുന്നുണ്ട്. ദെൻ ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജിന്റെ കോഡ് കൊടുക്കാൻ പോവാ. സോ കേളി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജിലാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ. സോ കേളി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിള്. ദെൻ എന്ത് കൊടുക്കുന്നുണ്ട്, ബ്ലോക്ക് കണ്ടന്റ്. ബ്ലോക്ക് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ കണ്ടന്റ് നമ്മുടെ കണ്ടന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കേളി ബ്രാക്കറ്റ്സ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാനും പറ്റും. എന്ത് കൊടുക്കുക, എൻഡ് ബ്ലോക്ക് കൊടുക്കാം കേട്ടോ. എൻഡ് ബ്ലോക്ക് നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ അവൈലബിൾ ആവാൻ ഇതേപോലെ കളേർഡ് ആയിട്ട് വരാൻ ചാൻസസ് കുറവാണ്. എക്സ്റ്റൻഷനിൽ എന്ത് കൊടുക്കണം, എക്സ്റ്റൻഷൻസിൽ ജസ്റ്റ് ജിഞ്ച ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യണത് ജിഞ്ച ആണ്. സോ ജിഞ്ച, ഇതിന് ജിഞ്ച എന്നും പറയും. സോ ജിഞ്ച ഒന്ന് എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. നമുക്ക് ടെംപ്ലേറ്റ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ജിഞ്ച എന്ന് പറയുന്നത്. സോ അതിന്റെ ബ്ലോക്ക് കണ്ടന്റും ആൻഡ് ബ്ലോക്കും നമ്മളിവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ നമ്മളൊരു BG കളറാണ് ഈ ഒരു ബേസ് ഡോട്ട് HTML നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു HTML ഫയൽ, ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന വേറൊരു HTML ഫയലും കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യാം. സോ അതിന് ഹോം ഡോട്ട് HTML എന്ന് പറയുന്നുണ്ട്. സോ ഹോം ഡോട്ട് HTML കൊടുക്കുന്നുണ്ട്. സോ ഹോം ഡോട്ട് HTML ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്ന, എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പോവാം. സോ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുമ്പോഴേ ഈ സെയിം പാറ്റേൺ കേളി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിള് അതിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കാം, എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു HTML ഫയലിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നത്. ഈ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമ്മുടെ നേരത്തെ HTML ഫയലിൻ്റെ പേര് കൊടുക്കാം, ബേസ് ഡോട്ട് HTML. ഓക്കെ, സോ ബേസ് ഡോട്ട് HTML നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും അഡീഷണൽ കണ്ടന്റും കൂടി കൊടുക്കണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, കേളി ബ്രാക്കറ്റ്സ്. നമ്മുടെ ബ്ലോക്ക് കണ്ടന്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പെർസെൻറ്റേജ് സിമ്പിള് സ്പേസ് കൊടുക്കുക, ബ്ലോക്ക് കണ്ടന്റ് കൊടുക്കുക.
then അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും HTML ടാഗ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. സോ ഞാൻ h2 ടാഗ് കൊടുത്തിട്ടുണ്ട്, ഹലോ. ദെൻ കേളി ബ്രാക്കറ്റ്സിൽ ഞാൻ HTML ഫയൽ ആദ്യം പാസ് ചെയ്തതിന് ശേഷം നെയിമും കൂടി പാസ് ചെയ്യാറ്. ഇപ്പോൾ തൽക്കാലം കേളി ബ്രാക്കറ്റ്സ് നെയിം അവിടെ ഇരിക്കട്ടെ. സിംഗിൾ ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റിൽ നെയിം ഞാൻ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി നമ്മളതൊരു വേരിയബിൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഡബിൾ കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലാണ് കേട്ടോ കൊടുക്കേണ്ടത്. ഒരു വേരിയബിളോ നെയിമോ എന്തെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡബിൾ കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കണം. സോ ഇപ്പോൾ തൽക്കാലം ഈ ഒരു ഫോമാറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം എന്ത് കൊടുക്കുക, എൻഡ് ബ്ലോക്കും കൂടി കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് ഒരു സ്ട്രക്ചർ. നമ്മൾ എൻറ്റയർ HTML ക്വറി നമ്മൾ കൊടുക്കുന്നില്ല. ബേസ് .html എന്ന് പറയുന്ന ഈ ഒരു ഫയലിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സയാനായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം ലൈക്ക് കളേഴ്സ് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഹെക്സാഡെസിമൽ വാല്യൂ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ആ വാല്യൂ കൊടുക്കാം കേട്ടോ. കളേഴ്സിന്റെ ഏത് ഫോമാറ്റ്, RGB ഫോമാറ്റ് വേണോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോമാറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇന്നർ കണ്ടന്റ് ആയിട്ട് ബ്ലോക്ക് കണ്ടന്റ് ആയിട്ട് ഞാനൊന്നും കൊടുത്തില്ല, ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ദെൻ home.html ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് base.html എന്ന് പറയുന്ന ആ ഒരു ഫയലിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്ന ഫയലാണ് ഇത് home.html എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് കണ്ടന്റ് ആയിട്ട് ഹെലോ കൊടുത്തിട്ടുണ്ട്. ഡബിൾ കേളി ബ്രാക്കറ്റിൽ നെയിം എന്ന് പറയുന്ന ഒരു വാല്യൂവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഇതിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, വ്യൂവിലേക്ക് പോവാം. views.py അതിന് മുമ്പായിട്ട് HTML settings.py നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. settings.py ഇപ്പൊ സ്ക്രോൾ ചെയ്യുക, ഇവിടെ കണ്ടോ ടെംപ്ലേറ്റ് dirs. സോ ഇവിടെ ടെംപ്ലേറ്റ് dirsന്റെ ഉള്ളിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട് os.path.join. ആ ഒരു പാത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സോ ഇവിടെ ഇതേമാതിരി os.templates എന്ന് പറയുന്ന ഒരു സ്റ്റാൻസ കാണാം. സോ അതിൻ്റെ ഉള്ളിൽ dirsന്റെ ഉള്ളിൽ os.path.join നമ്മുടെ ആ ഒരു ഫോൾഡറിന്റെ നെയിം കൊടുക്കണം. സോ OSന്റെ അവിടെ എറർ വരും, അത് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഇവിടെ ബൾബ് കൊടുക്കുക, ആഡ് ഇമ്പോർട്ട് OS കൊടുക്കുക. സോ ആ ഒരു എറർ പോകും കേട്ടോ. ടെംപ്ലേറ്റ്സിന്റെ ഉള്ളിൽ os.path.join base dir, അതായത് നമ്മുടെ പ്രൊജക്ടിന്റെ ബേസ് ഡയറക്ടറിനെയാണ് ബേസ് dir എന്ന് പറയുന്നത്. കോമ നമ്മുടെ ആ ഒരു ഫോൾഡറിന്റെ പേര്, എൻ്റെ ഫോൾഡറിന്റെ പേര് ടെംപ്ലേറ്റ്സ് എന്നാണ്. സോ അവിടെ ടെംപ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ അത് ക്ലോസ് ചെയ്യുക. ഇത് മസ്റ്റ് ആയിട്ടും കൊടുക്കണം HTML ഫയൽ ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ. ദെൻ ഇമ്പോർട്ട് OS നമ്മൾ കൊടുത്തത് ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ കാണാം കേട്ടോ. ഇവിടെ ഇമ്പോർട്ട്സിന്റെ അവിടെ ഇമ്പോർട്ട് OS വന്നിട്ടുണ്ട്. ദെൻ നമുക്കിനി URLs അല്ല വ്യൂസിലേക്ക് പോവാം. വ്യൂസിൽ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ ഈ ഒരു ലൈൻ ഞാൻ കമന്റ് ചെയ്തിടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ റിട്ടേൺ റെൻഡർ ആണ്. നമ്മൾ HTML ഫയൽ യൂസ് ചെയ്യുമ്പോൾ റെൻഡർ ആണ് യൂസ് ചെയ്യുക കേട്ടോ. നമുക്കൊരു HTML ഫയൽ ആണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ റെൻഡർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ദെൻ ആ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ് home.html നെയിം എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നെയിം നമുക്ക് ഇതേപോലെ പാസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യണം, റെൻഡറിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഇമ്പോർട്ടഡ് ആണ്. സോ അത് നമുക്ക് വേറെ ഇഷ്യൂസ് ഇല്ല. സോ റെൻഡറിനെ മസ്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യണം. ദെൻ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ് കോമ നമ്മുടെ ആ ഒരു HTML ഫയലിന്റെ നെയിം, ദെൻ കേളി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ ആ നെയിം നമ്മളിവിടെ HTML ഹോം ഇവിടെ കേളി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ നെയിം പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് തൽക്കാലം നമുക്ക് അങ്ങ് കളയാം. ഹലോ നെയിം എന്ന് മാത്രം കൊടുക്കുന്നുള്ളൂ. സോ ഇവിടെ നിന്ന് base.html അല്ല വ്യൂസിൽ ഈ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. സോ ഈ ഒരു പോർഷൻ തൽക്കാലത്തേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. സോ ഹെലോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കേളി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ നെയിം എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്ന കണ്ടന്റ്. നമുക്ക് ഇനി ഇതൊന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ദെൻ നമ്മുടെ ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്ത് നോക്കാം. സോ ടെംപ്ലേറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന എറർ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് എറർ വരുന്നത് നോക്കാം. റിക്വസ്റ്റ് കോമ home.html ലൈൻ നമ്പർ 7 കണ്ടോ, എറർ കാണിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇ-കൊമേഴ്സിലെ ഷോപ്പിന്റെ വ്യൂസിൽ ലൈൻ നമ്പർ 7 എറർ വരുന്നത്. റിട്ടേൺ റെൻഡറിന്റെ അവിടെ എറർ കാണിക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത് ടൈപ്പ് എററാന്ന് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ടെംപ്ലേറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. ഫയലിന്റെ നെയിമിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം.
ചെക്ക് ചെയ്ത് നോക്കാം. home.html കറക്റ്റ് ആണ്. ഇഷ്യൂ ടാഗ് കൊടുത്തിട്ടുണ്ട്, ആൻഡ് ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, URLസിലേക്ക് നോക്കാം. ഇവിടെ വ്യൂസ് ഡെമോ കൊടുത്തിട്ടുണ്ട്. ഡെമോ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. വ്യൂസിന്റെ നെയിമിലൊന്നും ചേഞ്ചസ് വരുത്തിയിട്ടില്ല. ഷോപ്പിന്റെ ഫോൾഡറിൽ ടെംപ്ലേറ്റ്സ് ഫോൾഡർ കണ്ടോ, ടെംപ്ലേറ്റ്സ് ഫോൾഡർ ക്രിയേറ്റ് ആയിരിക്കുന്ന സ്ഥലം തെറ്റിപ്പോയി. ഓക്കെ, ഇ-കൊമേഴ്സിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്തത്, ടെംപ്ലേറ്റ്സ് ഫോൾഡർ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ അതൊന്ന് മൂവ് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഷോപ്പ് പോലെ തന്നെ ടെംപ്ലേറ്റ്സ് ഫോൾഡറും ഓക്കെ ആയിട്ടുണ്ട് അല്ലേ. ഒരേ പാറ്റേണിൽ തന്നെ ഇ-കൊമേഴ്സ് ഷോപ്പ്. ആ ഫോൾഡറിന്റെ പാത്ത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ടെംപ്ലേറ്റ്സ് ഫോൾഡർ എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പ്രോപ്പറായിട്ട് നോക്കണം. ഇനി ഒന്നും കൂടി നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റൺ ചെയ്യാം. ദെൻ ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ കൊടുത്ത സയാൻ കളർ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലും ഹെലോ എന്നുള്ള ടെക്സ്റ്റ് നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. ഇതിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ടെംപ്ലേറ്റ് ഫോൾഡർ അതായത് ഞാൻ ഇതിലിട്ട് കാണിച്ചു തരാം. സോ എഫില് ഇത് വെർച്വൽ എൻവയോൺമെന്റ് ആണ്, ഇതിൻ്റെ ഉള്ളിലല്ല കേട്ടോ. ഇവിടെ ഇ-കൊമേഴ്സിന്റെ ഉള്ളിൽ ഇവിടെ കണ്ടോ, നമുക്കിവിടെ ഫോൾഡേഴ്സ് കാണാം. നമ്മുടെ ബൈ ഡിഫോൾട്ട് നമ്മുടെ ഇ-കൊമേഴ്സ് എന്ന പ്രൊജക്ടിന്റെ ഫോൾഡർ അവിടെ ഉണ്ടാവും, ആപ്പിന്റെ ഫോൾഡർ ഉണ്ടാവും. അതിന്റെ ഒപ്പം തന്നെയാണ് ടെംപ്ലേറ്റ്സ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദെൻ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ HTML ഫയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ആ പാത്ത് കറക്റ്റ് ആക്കണം. സോ എൻ്റെ കയ്യിൽ അത് പാത്ത് ഈ ഒരു ഇ-കൊമേഴ്സിന്റെ ഉള്ളിലായിരുന്നു ക്രിയേറ്റ് ആയത്, അതിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ഞാനത് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനത് കറക്റ്റ് ചെയ്തു. ദെൻ അതിന് ശേഷം ഈ പാത്ത് ഇതേപോലെ തന്നെയല്ലേ കിടക്കുന്നതെന്ന് മെസ്സേജ് ചെയ്യണം. ഈ manage.py ഫയലുള്ള ആ ഒരു ഫോൾഡറിലായിരിക്കണം ആപ്പിന്റെ നെയിമും അതേപോലെ ടെംപ്ലേറ്റ്സിന്റെ ഫോൾഡർ, പ്രൊജക്ടിന്റെ ഫോൾഡർ ഒക്കെ ഉണ്ടാവേണ്ടത്. ദെൻ ടെംപ്ലേറ്റ്സ് ഫോൾഡറിൽ HTML ഫയൽസ് ആഡ് ചെയ്യാം. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യണം, settings.pyയിൽ അതായതിലേക്ക് പോവുക. അതിൽ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. സോ ടെംപ്ലേറ്റ്സിൽ DIRS ഡയറക്ടറീസിനെയാണ് DIRS എന്ന് പറയുന്നത്. സോ അവിടെ os.path.join അതായത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെംപ്ലേറ്റ്സ് ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ്സ് ഫോൾഡറിനെയും ഈ ഒരു എന്താ പറയുക സെറ്റിങ്സിൽ നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ പ്ലഗ് ഇൻ കൊടുക്കൂലേ, നമ്മൾ TV-യും ഈ DVD ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലഗ് ഇൻ കൊടുക്കൂലേ, അതേപോലെ നമുക്ക് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ settings.pyയിൽ ഈ ഡയറക്ടറീസിൽ നമ്മൾ ആ ഒരു പാത്ത് കൊടുക്കുക, os.path.join. OS എന്ന് പറയുന്നത് ഒരു മൊഡ്യൂളാണ്. ദെൻ അതിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ DIRS എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫോൾഡറിനെയാണ്, ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഫോൾഡറിനെയാണ് ബേസ് DIR എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോൾഡർ നെയിം. എസ് ഇല്ലെങ്കിൽ എസ് കളഞ്ഞോളൂ. നിങ്ങളുടെ ടെംപ്ലേറ്റ്സിന്റെ ഫോൾഡറിന് എങ്ങനെയാണ് നെയിം കൊടുക്കുന്നത് ആ ഒരു നെയിം ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ദെൻ OSന്റെ അവിടെ എറർ കാണിക്കും. സോ അതെന്ത് ചെയ്യുക, ഒന്നിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ബൾബ് വരുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് OS കൊടുക്കുക, അല്ലെങ്കിൽ ടോപ്പിക്ക് പോയിട്ട് ഇവിടെ പാത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ട് OS കൊടുത്താലും മതി. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഇതിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ. ദെൻ HTML ഫയലിൽ നമ്മൾ base.html ജിൻജ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇവിടെ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജിൻജ മെത്തേഡ് കൊടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്റ്റൻഷനിൽ ജിൻജ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ജിൻജ ടെംപ്ലേറ്റ് ലാംഗ്വേജ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. സോ ഇവിടെ base.html എന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താ പറയുക ഒരു ഡമ്മി പോലെ നമ്മുടെ മെയിൻ പേജിൽ എന്തൊക്കെ കണ്ടിട്ട് എല്ലാ പേജിലും നമുക്ക് വേണം എന്നുള്ളൊരു ഡമ്മി പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു HTML ഫയലാണ് base.html എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താ, സയാൻ കളർ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് കണ്ടന്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മുടെ HTML പേജിലേക്ക് പോയി, home.htmlലേക്ക് പോയി അവിടെ എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ഒരു ഫയൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം കേട്ടോ. പോവാ, കണ്ടോ കണ്ടന്റ് ഒന്നും കാണിക്കുന്നില്ല. ഒന്നും കൂടി അതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ബ്ലോക്ക് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. സോ അതൊന്നും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം.
റിഫ്രഷ് ചെയ്യാം. കണ്ടോ, നമ്മൾ ആ എക്സ്റ്റെൻഡ് കൊടുത്തതിന് ശേഷം ജിഞ്ച മെത്തേഡിൽ നമ്മൾ പ്രോപ്പറായിട്ട് അത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇഷ്യൂ വരും. ഇനി അതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം കേട്ടോ. ബ്രൗസറിലേക്ക് പോവുക, അത് റിഫ്രഷ് ചെയ്യാം. ആ ഒരു കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യും. ദെൻ ഇവിടെ നെയിം മാത്രം ഇങ്ങനെ കേളി ബ്രാക്കറ്റിൽ നെയിമാണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒറിജിനൽ നെയിം നമുക്ക് കൊടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് views.py പോവുക. ഇവിടെ എന്ത് കൊടുക്കാം, കോമ നെയിം, നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഓൾ എന്ന് പറഞ്ഞ് ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള നെയിം കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ദെൻ ഈ ഒരു നെയിം റിസീവ് ചെയ്യാനുള്ള വേരിയബിൾ ഇവിടെ കൊടുക്കണം. സോ എന്ത് ചെയ്യുക, കർലി ബ്രാക്കറ്റ്സ് ഇവിടെ കൊടുക്കുക. ആ നെയിം എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ റിസീവ് ചെയ്യാൻ വേണം. ഓക്കെ, സോ അതിനാണ് ഡബിൾ കർലി ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ base.html നമ്മൾ ജസ്റ്റ് കളർ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ദെൻ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഹലോ ഡബിൾ കേളി ബ്രാക്കറ്റ്സിൽ നെയിം കൊടുത്തിട്ടുണ്ട്. ഈ നെയിം എന്ന് പറയുന്നത് views.py ഈ കേളി ബ്രാക്കറ്റ്സിലെ ഡിക്ഷണറി ഫോമാറ്റ് ഉണ്ടല്ലോ, സെയിം ഡിക്ഷണറി ഫോമാറ്റ് ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. സോ ഡിക്ഷണറി പാറ്റേണിൽ എന്ത് കൊടുക്കുക, നമുക്ക് പാസ് ചെയ്യേണ്ട വാല്യൂസ് ഒക്കെ നമുക്ക് ഈ ഒരു ഡിക്ഷണറി ഫോമാറ്റിൽ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. കീ വാല്യൂ പെയർ ആയിട്ട് പാസ് ചെയ്യാം. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. നമുക്ക് ഒരു വാല്യൂ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡിക്ഷണറിയിൽ ഒരു കീ വാല്യൂ പെയർ കൊടുത്താൽ മതി. ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 കീ വാല്യൂ പെയറോ അല്ലെങ്കിൽ എത്ര കീ വാല്യൂ പെയറോ വേണോ നിങ്ങൾക്ക് പാസ് ചെയ്യാം. പാസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ വേരിയബിൾസ് പാസ് ചെയ്യണത് റിസീവ് ചെയ്യാനുള്ള ഈ home.html റിസീവ് ചെയ്യാനുള്ള ആ ഒരു ഇതേപോലെ ഡബിൾ കേളി ബ്രാക്കറ്റ്സിൽ ആ ഒരു വേരിയബിൾ നെയിമും കൂടി പ്രോപ്പറായിട്ട്, കീ നെയിമും കൂടി പ്രോപ്പറായിട്ട് കൊടുത്തിരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എത്ര വാല്യൂസ് വേണമെങ്കിലും പാസ് ചെയ്യാനൊക്കെ പറ്റും. ഡിക്ഷണറി ഫോമാറ്റിൽ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇതേപോലെ പാസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ സിമ്പിൾ വ്യൂസും ഹോമും തമ്മിൽ എങ്ങനെയാ ലിങ്ക് വരുന്നത്? വ്യൂസിൽ നമ്മൾ ഡയറക്ട്ലി നമ്മൾ HTML ഫയല്, അതായത് നമ്മൾ സെറ്റിംഗ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ടെംപ്ലേറ്റ്സിനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിനെ സെറ്റിംഗ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ടെംപ്ലേറ്റ്സിൽ ഇവിടെ നമ്മൾ പാത്ത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ റെൻഡർ, നമ്മൾ നേരത്തെ HTTP റെസ്പോൺസ് ആയിരുന്നു കൊടുത്തത്. നമുക്കൊരു HTML ഫയൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു HTML ഫയലാണ് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെൻഡർ യൂസ് ചെയ്യാം. റെൻഡർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ HTML ഫയൽസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ റെൻഡർ ഫംഗ്ഷൻ ആണ് നമ്മൾ HTML ഫയൽസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി ആയിട്ടുള്ള ഒരു സിമ്പിൾ നമുക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെംപ്ലേറ്റിനെയും നമ്മുടെ ആ ഒരു വ്യൂവിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റെൻഡർ ഫംഗ്ഷൻ ആണ്. സോ ഒരു HTML ഫയലിനെ റെൻഡർ ചെയ്തെടുക്കാന്നാണ് നമ്മൾ പറയുക. ഓക്കെ, HTTP റെസ്പോൺസ് നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു റെസ്പോൺസ് മാത്രമാണെങ്കിൽ നമുക്ക് HTTP റെസ്പോൺസ് യൂസ് ചെയ്യാം. അതല്ല ഒരു HTML ഫയലാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ റെൻഡർ ആണ് യൂസ് ചെയ്യുക. റെൻഡർ ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഫസ്റ്റ് തന്നെ നമ്മൾ അതിൻ്റെ റിക്വസ്റ്റ് എന്താണ് റിക്വസ്റ്റ് എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യും. HTTP റിക്വസ്റ്റ് ആണോ, നമ്മൾ ഫസ്റ്റ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു HTTP റിക്വസ്റ്റ് ആണ്, ഒബ്ജക്റ്റ് റിസീവ് ചെയ്യുന്നുണ്ട് ക്ലയന്റ് എന്നുള്ള രീതിക്ക് നമ്മളത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ടെംപ്ലേറ്റ് നെയിം, അതായത് HTML ഫയലിന്റെ നെയിം. ഇനി വേറെ പാത്ത്, അതായത് ആ ടെംപ്ലേറ്റ് ഫോൾഡറിന്റെ ഉള്ളിൽ വേറെ പാത്ത് ഒരു ഫോൾഡറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, സ്ലാഷ് ഇട്ടിട്ട്, ഇപ്പോൾ നമുക്കിവിടെ ഹോം എന്ന് പറഞ്ഞിട്ടൊരു പാത്ത്, ഇവിടെ ഒരു ഫോൾഡർ ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് home.html കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്ത് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ നമ്മൾ ഫസ്റ്റ് റിക്വസ്റ്റ്, ഇവിടെ റിക്വസ്റ്റ് മെത്തേഡ് ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. HTTP റിക്വസ്റ്റ് ആണെന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. ദെൻ അതിന് ശേഷം home.html നമ്മുടെ ആ ഒരു കറസ്പോണ്ടിങ് ടെംപ്ലേറ്റ് നെയിം നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, ആ ഒരു പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ എന്തെങ്കിലും കണ്ടന്റ് നമുക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിക്ഷണറി ഫോമാറ്റിൽ കീ വാല്യൂ പെയർ ആയിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഓപ്ഷണൽ ആണ്, കമ്പൽസറി അല്ല. ഓക്കെ, അതുകൊണ്ടാണ് നേരത്തെ ഇതില്ലാതെ കാണിച്ചു തന്നത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് കമ്പൽസറി അല്ല. ഒരു ഡിക്ഷണറി ഡാറ്റ കീ വാല്യൂ പെയർ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ടെംപ്ലേറ്റിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഫംഗ്ഷൻ റെൻഡർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് നമ്മുടെ ജാങ്കോ ടെംപ്ലേറ്റും അതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു HTML ഫയൽ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു പ്ലേസ് ഫോൾഡറും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇത് വേണമെങ്കിൽ ഒരു വേരിയബിളിലേക്ക് ആക്കിയിട്ട് ആ ഒരു ഡിക്ഷണറി പാസ് ചെയ്യണമെങ്കിൽ പാസ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ പാത്ത് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ ഫോൾഡേഴ്സ്, ഓരോ ആപ്പിനും ഓരോ ഫയലൊക്കെ ആയിട്ടാണ്
HTML ഫയൽസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇവിടെ ഇല്ല. ദെൻ നമ്മൾ ഇവിടെ അഡീഷണലി HTML ഫയൽ നമ്മൾ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കണ്ടന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ബേസ് ഡോട്ട് HTML നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ എടുക്കുന്നുണ്ട്. സോ ആ ഒരു ഡിഫറൻസേ ഇവിടെ വരുന്നുള്ളൂ. ബ്ലോക്ക് കണ്ടന്റിൽ നമ്മുടെ കണ്ടന്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, മെസ്സേജ് വരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പാസ് ചെയ്യുന്ന വാല്യൂ ഡിസ്പ്ലേ ആവുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതേപോലെ റിഫ്രഷ് ചെയ്യുക, പാസ് ചെയ്ത നെയിം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാൻ പറ്റും. സോ ഇത് ജസ്റ്റ് എന്താണ്, നമ്മൾ ജസ്റ്റ് നെയിം കൊടുക്കുന്നതാണ്. ജസ്റ്റ് എന്ത് കൊടുക്കുക, നെയിം, ഏജ്, ആ 2 ഫീച്ചേഴ്സ് മാത്രം ഇതേപോലെ ഡിക്ഷണറി ആയിട്ട് പാസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആക്സസ് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഡേക്ക് ഇതിപ്പോൾ നെയിം മാത്രമല്ലേ നമ്മൾ പാസ് ചെയ്തത്, ഇതേപോലെ ഡിക്ഷണറി ആഡ് ചെയ്തതിന് ശേഷം ഒരു ഡിക്ഷണറിയും കൂടി, ഡിക്ഷണറിയിൽ കീ വാല്യൂ പെയർ ഒരെണ്ണം കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നെയിം കോൾ ചെയ്തതുപോലെ തന്നെ ഹോം പേജിൽ ഏജും കൂടി കോൾ ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്ത് നോക്കുക കേട്ടോ. HTML ടാഗ്സ് അറിയാവുന്നതാണ്. സോ ജസ്റ്റ് എന്ത് ചെയ്യുക, ഏജും കൂടി ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. സ്പെസിഫിക്കലി വേറെ ഒന്നും കൊടുക്കണ്ട, വ്യൂസിൽ എന്ത് ചെയ്താൽ മതി, കീ വാല്യൂ പെയർ ഒന്ന് ആഡ് ഓൺ ചെയ്തിട്ട് കോമിട്ട് ഒരു കീ വാല്യൂ പെയറും കൂടി ഈ കേളി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ ആഡ് ചെയ്യുക. ദെൻ ആ കീന്റെ നെയിം ഇവിടെ ഏതെങ്കിലും ഒരു ടാഗിന്റെ ഉള്ളിൽ കൊടുത്താൽ മതി. ഓക്കെ, സോ ആ ഒരു കണ്ടന്റ് ഡിസ്പ്ലേ ആയിട്ട് വന്നോളും. ജസ്റ്റ് ഒന്ന് ഏജും കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. നെയിം കോളൻ ഏജ് എന്നുള്ള രീതിക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കീ വാല്യൂ പെയർ ആയിട്ടാണ് പാസ് ചെയ്യേണ്ടത്. സോ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതിലെന്തെങ്കിലും ഇനി കൺഫ്യൂഷൻസ് ഉണ്ടോ ഏതെങ്കിലും പോർഷനിൽ, ഇന്ന് എടുത്തതിൽ ഏതെങ്കിലും പോർഷൻസ് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ഞാൻ നാളെ പിന്നെ ഡേ അവൈലബിൾ ആണോ? അതല്ല എന്തെങ്കിലും ഡൗട്ടും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ശരി ശരി. ഇന്നത്തേക്ക് ജസ്റ്റ് ഇത്രയും പോർഷൻസ് ആണ് എടുക്കുന്നത്. നമ്മൾ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസിന്റെ കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. ഇതേപോലെ കീ വാല്യൂ പെയർ ആയിട്ട് പാസ് ചെയ്യുന്നതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. URL ഇതിപ്പോൾ നമ്മൾ റിക്വസ്റ്റ് രണ്ടര ഈ പാത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഡെമോനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, URLസിൽ കോൾ ചെയ്യുന്നുണ്ട്. സോ നമ്മളിവിടെ വേറെ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പാത്ത് ആഡ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പ്രൊജക്റ്റിന്റെ ഫോൾഡറിൽ പാത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ആപ്പിന്റെ ഫോൾഡറിലും പാത്ത് ആഡ് ചെയ്തിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാത്ത് ആഡ് ചെയ്തിട്ടും പാത്ത് ഇല്ലാതെയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. സോ പാത്ത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. ജസ്റ്റ് ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് പാത്ത് ആഡ് ചെയ്തിട്ടുള്ളതും ഇല്ലാത്തതും വരുമ്പോൾ രണ്ടിലും പാത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് URLs.py പ്രൊജക്റ്റിന്റെ ഈ ഒരു ഇ കൊമേഴ്സിൽ URLs.py ഉണ്ടല്ലോ, ഇവിടുത്തെ URLs.pyയിലും പാത്ത് ആഡ് ചെയ്തിട്ട് ആപ്പിന്റെ URLs.pyയിലും പാത്ത് ആഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ മുകളിൽ നമ്മുടെ ആപ്പിന്റെ പേജിക്ക് വരുമ്പോൾ ഇവിടെ സ്ലാഷ് ആ രണ്ട് ഫസ്റ്റ് പ്രൊജക്റ്റിന്റെ ഫോൾഡറിൽ കൊടുത്തിരിക്കുന്ന പാത്തിന്റെ നെയിം എന്താണോ അത് കൊടുക്കുക, സ്ലാഷ് ആപ്പിന്റെ ഫോൾഡറിന്റെ പാത്ത് എന്താണോ അതും കൂടി ഇവിടെ ആഡ് ഓൺ ചെയ്യണം കേട്ടോ. URLസിൽ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഇംപ്ലിമെന്റും കൂടെ ചെയ്യണം, എന്നാലേ നമുക്കത് റിഫ്ലക്ട് ചെയ്ത് വരുവുള്ളൂ. സോ അതും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ഡേക്ക്. ദെൻ നാളത്തേക്കുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു കീ വാല്യൂ പെയറിൽ എന്ത് ചെയ്ത് കൊടുക്കുക, നെയിമിൻ്റെ ഒപ്പം തന്നെ ഈ നെയിം അല്ല ഇതിലത്തെ നെയിമിൽ നെയിം എന്ന് പറയുന്ന കീ വാല്യൂ പെയർ പാസ് ചെയ്തതുപോലെ തന്നെ ഏജും കൂടി ഒന്ന് പാസ് ചെയ്തിട്ട് ഈ ഒരു HTML ഫയലിലേക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് പറയും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. സോ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. സോ ട്രൈ ഔട്ട് ചെയ്തിട്ട് ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ഇടാം കേട്ടോ. താങ്ക് യു. താങ്ക് യു. തസ്നി, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല.